കോടതി വിധി വളരെ സ്വാഗതാർഹമാണ്. 29 വർഷം മുമ്പ് നടന്ന ഒരു സംഭവത്തിൽ അന്ന് കോൺഗ്രസ് നേതാവായിരുന്ന ശ്രീ കെ സുധാകരൻ ഗൂഢാലോചനയിൽ പങ്കാളിയാണ് എന്ന് രാഷ്ട്രീയ ഉദ്ദേശത്തോടു കൂടിയാണ് CPM അദ്ദേഹത്തെ പ്രതിയാക്കി മാറ്റിയത്. അതാണിപ്പോൾ ഹൈക്കോടതി നിരവധി വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം 2016 കൊടുത്ത ഒരു പെറ്റീഷന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് അതിൽ പങ്കില്ല എന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് കോൺഗ്രസ് എടുത്ത നിലപാട് ശരിയാണ്, അതിൽ അടിവരയിട്ടുകൊണ്ടാണ് ഹൈക്കോടതിയുടെ വിധി പുറത്തു വന്നിരിക്കുന്നത്. മനഃപൂർവ്വമായിട്ടാണ് ആ ഗൂഢാലോചനയിൽ കെ സുധാകരനെ മാത്രമല്ല MV രാഘവനെയും അന്ന് അതിനകത്ത് പെടുത്താൻ നോക്കി. അത് തെറ്റായിരുന്നു. രാഷ്ട്രീയ ഉദ്ദേശത്തോടുകൂടി രാഷ്ട്രീയ നേതാക്കളെ ക്രിമിനൽ കേസിൽ പ്രതിയാക്കാൻ നടത്തിയ CPMന്റെ ഗൂഢാലോചനയായിരുന്നു അതിന്റെ പിന്നിലെന്ന് ഇപ്പോൾ വ്യക്തമായി. ഈ കേസിൽ അപ്പീൽ പോകുന്നതാണ് ഇ പി ജയരാജൻ പറഞ്ഞത് സുപ്രീം കോടതിയിലേക്ക്. പ്രത്യേകിച്ച് കാര്യമൊന്നുമില്ല. കാരണം വളരെ ഭംഗിയായിട്ടുള്ള ഒരു വിധിയാണ് ഹൈക്കോടതിയുടെ വന്നിരിക്കുന്നത്. അതിലേതെങ്കിലും അത് അപ്പീൽ പോകാനുള്ള അദ്ദേഹത്തിന്റെ അവകാശത്തെ ഒന്നും ഞങ്ങൾ ചോദ്യം ചെയ്യുന്നില്ല. പക്ഷെ വളരെ വ്യക്തമായിട്ടുള്ള വിധിയാണ് ഹൈക്കോടതി വിധി. അത് നിലനിൽക്കുന്നത് തന്നെയാണ് ഞാൻ കരുതുന്നത്. എപ്പോഴും ആവർത്തിക്കുന്നത് സുധാകരൻ തന്നെ ഗൂഢാലോചന പങ്കുണ്ട്, പ്രോസിക്യൂഷന് തന്റെ വാദം കോടതിയെ ബോധ്യപ്പെടുത്താൻ കഴിയാത്തതുകൊണ്ടാണ് ഇത്തരത്തിലൊരു വിധി ഉണ്ടായെന്നുള്ളത്. അപ്പൊ പിന്നെ ആ സർക്കാരിനല്ലേ, അതായത് സർക്കാരിനെ ആയിരിക്കും കുറ്റപ്പെടുത്തിയത്. പ്രോസിക്യൂഷൻ ഞങ്ങൾ വെക്കണ വക്കീലല്ലോ, പിണറായി വിജയന്റെ ഡിപ്പാർട്ട്മെന്റാണത്, അദ്ദേഹത്തിന്റെ വകുപ്പാണ്. അദ്ദേഹം പിണറായി വിജയനെ കുറ്റപ്പെടുത്തിയതായിരിക്കും. എന്തായാലും ഹൈക്കോടതി വിധി വളരെ വളരെ വ്യക്തമാണ്. അങ്ങനെ ഒരു ഗൂഢാലോചനയിൽ കെ സുധാകരന് യാതൊരു പങ്കുമില്ല എന്ന് വ്യക്തമാണ്.